സലാമുണ്ട് കേട്ടോ, പ്രിയപ്പെട്ടവരെ, സലാമുണ്ട്. ഈ കോരിച്ചൊരിയണ മഴയത്ത് മനുഷ്യൻ കുളിര് കൊണ്ട് ബെറച്ച് കൂടി പോകാണ്. എന്നാലും വേണ്ടില്ല, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്തിയിട്ട് അവിടുന്ന് പോകുള്ളൂ എന്നുള്ള മട്ടിലാണ് നിലമ്പൂരിലെ എല്ലാ ആളുകളും. അതിപ്പോൾ ഇടതുന്നില്ല, വലതുന്നില്ല, ഇനി BJP എന്നില്ല, SDP എന്നില്ല, അങ്ങനെ ആരായാലും വേണ്ടില്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വോട്ട് കുത്തിയിട്ട് തന്നെ ബാക്കി കാര്യം വിചാരിച്ചു തന്നെയാണ് എല്ലാ വോട്ടർമാരും നിലമ്പൂരിൽ തലങ്ങും ഓടി നടക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളൊക്കെ തന്നെ നിലമ്പൂരിലേക്ക് എത്തേണ്ടത്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ സുനിൽ പത്താൻ വന്നിട്ടുണ്ടായിരുന്നു. മുൻ ക്രിക്കറ്റ് താരമായ ഇർഫാൻ പത്താൻ്റെ സഹോദരനായിട്ട് സുനിൽ പത്താൻ വന്നേക്കുന്നത് PV അൻവറിന് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രിയങ്ക ഗാന്ധിയുടെ തേരോട്ടമായിരുന്നു ഇന്നലെ നിലമ്പൂരിൽ നമ്മൾ കണ്ടത്. PV അൻവറിൻ്റെ അതിലും വലിയ റോഡ് ഷോ ആയിരുന്നു. പ്രിയങ്ക ഗാന്ധിനെയൊക്കെ നാണിപ്പിക്കുന്ന തരത്തിൽ ജനക്കൂട്ടമായിരുന്നു PV അൻവറിൻ്റെ റോഡ് ഷോയിൽ. ആര്യാടൻ ഷൗക്കത്ത് വീടാന്തരം കയറി ഇറങ്ങി കാലുമ്പലത്തെ തൊലി പോയി ചെരുപ്പ് തേഞ്ഞ് നിൽക്കുകയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ മോൻ, അതായത് ചാണ്ടി ഉമ്മൻ, പുതുപ്പള്ളിയിൽ ഓടി നടന്ന് വോട്ട് പിടിച്ച ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ ഓടി നടന്നേക്കാൾ സ്പീഡിലാണ് ഇപ്പോൾ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി വോട്ട് മേടിക്കണമെന്ന് പറയുന്നത്. അതായത് ഒരു വീട്ടിൽ നിന്ന് ചാടി കയറി വോട്ട് ചോദിച്ചിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടുമ്പോൾ അതിനിടയ്ക്കുള്ള വീട് വിട്ടുപോകണമെന്ന് പറഞ്ഞാൽ ഓട്ടത്തിൻ്റെ ഇടയിൽ കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് 2000 ശിഷ്ടം വീട് ഒറ്റ ദിവസം കൊണ്ടൊക്കെ ഓടി തീർത്തുന്നാണ് പുള്ള പറയണത്. അതെന്തായാലും നിലമ്പൂരിൽ വോട്ട് ചോദിച്ച ആളുകൾ തലങ്ങും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടാണ്. ഇടതുപക്ഷം ഓടുമ്പോൾ വലതുപക്ഷത്തിൻ്റെ മേത്ത് മുട്ടുന്നു, വലതുപക്ഷം ഓടുമ്പോൾ NDയുടെ മേത്ത് മുട്ടും. അങ്ങനെ മേത്തൊക്കെ മുട്ടിയാലും ഇവർ പരസ്പരം തെറ്റിയടിച്ച് വീണാലും, കാരണം വഴിയിൽ നിറച്ച് വെള്ളമുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയല്ല, തെറ്റിയടിച്ച് വീഴൂല. അങ്ങനെ തെറ്റിയടിച്ച് വീണാലും വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോയി വീട്ടുകാരെ തന്നെ പേടിച്ചു പോകും. ഇതാരെ ഓടി വന്നേന്ന് എഴുതിയിട്ട് ആ വോട്ട് ചോദിക്കാനെന്ന് പറയുമ്പോഴാണ് അവർക്ക് സമാധാനമാണത്. ഇപ്പോൾ ഈ വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങി നാട്ടിലിറങ്ങി ആളുകളൊക്കെ കൊന്നുകൊണ്ടും ഒക്കെ ഇരിക്കുകയാണല്ലോ. പിന്നെ ഇപ്പോൾ ആരെയും ഓടി വരുന്നതെന്ന് കണ്ടറിയാൻ പാടില്ല. അപ്പോൾ അത് കാരണം അങ്ങനെയൊക്കെ പേടിച്ച് ബറങ്ങളിച്ചൊക്കെ ആളിരിക്കുമ്പോഴാണ് ഈ മുഖ്യമന്ത്രിയുടെ ഒരു സന്നാഹം വേറൊരു ഓട്ടം നടത്തുന്നത്. അവിടെ മുഖ്യമന്ത്രി അങ്ങനെയുള്ള 10-48 കാറിൻ്റെ അകമ്പടിയോട് കൂടിയുള്ള നിലമ്പൂരിലൂടെ എന്നല്ല ഈ ലോകത്തുകൂടെ തലങ്ങും ഓടി നടക്കുള്ളൂ. മനുഷ്യനെ കാണാൻ പാടില്ല, മനുഷ്യൻ്റെ മുഖത്ത് നോക്കൂല്ല. മനുഷ്യൻ നിൽക്കുന്ന അടുത്തൊരു 50 അടി ദൂരം മാറി ഏറ്റവും പൊക്കമുള്ള വേദിയിൽ കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നിൽക്കുള്ളൂ. മനുഷ്യന്മാരെ അടുത്ത് വരാൻ പാടില്ല എന്നുള്ള മട്ടിൽ എന്താണ് ബ്ലാക്ക് കമാൻഡോസൊക്കെ പുള്ളിയെ നിയന്ത്രിച്ചിട്ട് പോകണമെങ്കിൽ പുള്ളിയുടെ കാറും വാഹന വ്യൂഹമൊക്കെ പോകുന്നത് മനുഷ്യനെ അടുപ്പിക്കൂല. ഇപ്പോൾ ഇത് പറഞ്ഞത് ഇന്നലെ എടക്കരയിൽ, അതായത് നിലമ്പൂരിൽ എടക്കരയിൽ വഴിക്കടവ് ഭാഗത്ത് മുഖ്യമന്ത്രി ഒരു യോഗത്തിന് അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഒരാൾ വന്ന് കരികൊടി കാണിച്ച് പോരെ പൂരം. ഈ കറുപ്പ് നിറം കണ്ടാൽ തന്നെ പുള്ളിക്കാരന് അലർജിയാണ്. കുടയമലത്തെ കളറ് പണ്ടൊക്കെ കുടത്തുണി കളറാണല്ലോ, ഈ കറുത്ത കുടയാണല്ലോ ഉള്ളത്. ഇപ്പം പുള്ളിയുടെ വീട്ടിൻ്റെ ക്ലിഫ് ഹൗസിൻ്റെ പരിസരത്തുള്ള ഒരു ഒറ്റ കുടക്കടയിലും ഈ കറുത്ത കുട വിൽക്കണില്ല എന്ന് പറയുന്നത്. മഴയത്ത് മുഖ്യമന്ത്രി പുറത്തേക്ക് പോകണമെങ്കിൽ മഴയത്ത് ആളുകൾ കുടയും ചൂടിക്കൊണ്ട് പോകണേ, വെളുത്ത കുടയാണ് ചൂടിക്കൊണ്ട് പോകണമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചുവന്ന കുട വലിയ കുഴപ്പമില്ല കേട്ടോ, അത് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിക്ക് കറുത്ത കുട പോലും ഇഷ്ടമില്ല. എന്തിന് ആന വഴികൾ നടന്നു പോയി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ഹാലളിക്കുന്നില്ല പറയുന്നത് കറുത്ത നിറ അതിൻ്റെ പേരില്ലേ. അപ്പോൾ ആനയ്ക്ക് ഒരു പാപ്പൻ വെളുത്ത കളർ അടിക്കണമെന്ന് വിചാരിച്ചു പോയെന്ന് പറഞ്ഞു. കാരണം പിണറായി വിജയൻ അടുത്ത കവലയിൽ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ആനനെ വേറെ വഴി കടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. അപ്പോൾ പാപ്പാനെ ആലോചിച്ചെന്ന് പറയണേ ഇനിയിപ്പോൾ ഇതിന് ബൈറ്റ് വാഷ് ചെയ്താൽ ഇവിടെ കൊണ്ടുപോകേണ്ടി വരുമോ എന്നാണ്. ഒരു കാർട്ടൂണൊക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് കാർട്ടൂൺ. പിണറായിയുടെ സ്വന്തം സ്ഥലം ധർമ്മടത്ത് പിണറായിയുടെ വീട്ടിൻ്റെ അങ്ങോട്ട് പിണറായി കാറിന് പോകുമ്പോൾ വഴിയരിയിൽ കറുത്ത കൊടി കുത്തി വച്ചേക്കണത്. കരിങ്കൊടി കണ്ട് ആകെ ഹാലണെങ്കിൽ പോലീസുകാരനെ വിളിച്ച് വരുത്തിയ ആ കരിങ്കൊടി അഴിച്ച് മാറ്റിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അറിയുന്നത് അത് കരിങ്കടി കുത്തിക്കണില്ല, അവിടെ ഒരു മരണം നടന്നിട്ടുണ്ട്. മരണ വീട്ടിൽ ദുഃഖസൂചകമായിട്ട് കറുത്ത കൊടി വയ്ക്കൂല. ഇതാണെന്ന് പറഞ്ഞിട്ടൊന്നും പുള്ളിക്കാരനെ അടങ്ങിയില്ല. ആ കറുത്ത കൊടിയെ അഴിച്ച് കാട്ടിക്കളയാൻ പറഞ്ഞ് കാട്ടിക്കളഞ്ഞ്. പക്ഷേ ഇപ്പോൾ ഈ എടക്കരയിൽ കരിങ്കൊടി കാണിച്ചത് മരണ വീട്ടിൽ നിന്നൊന്നുമല്ല, ആ പുള്ളിക്കാരൻ, അതായത് ഫൈസൽ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ ഞാൻ കരിങ്കൊടി കാണിച്ചു തന്നെയാണ്. ഞാൻ ഈ വ്യവസ്ഥിതിയോട് എതിരാണെന്നാണ് പറയുന്നത്. ഏത് വ്യവസ്ഥ? പിണറായി വിജയൻ്റെ ഈ വ്യവസ്ഥിതിയോട് ഞാൻ എതിരാണ്. അതിൻ്റെ പേരിൽ ഞാൻ കരിങ്കൊടി കാണിച്ചത് തന്നെയാണ്. ഉറപ്പായിട്ട് മുഖ്യമന്ത്രിനെ ഞാൻ കരിങ്കൊടി കാണിച്ചാണ്. എന്താ കുഴപ്പം? ജനാധിപത്യപരമായിട്ട് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഇന്ത്യയിൽ ഏത് പൗരനും അവകാശമുണ്ട്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, ഇടക്കരക്കാരനാണ്, ഈ വഴിക്കടവുകാരനാണ്, നിലമ്പൂരുകാരനാണ്. നിലമ്പൂരിൽ നടക്കണ ഈ ഇലക്ഷനിൽ ഇവിടുത്തെ വ്യവസ്ഥിതിക്കെതിരെ ഞാൻ പ്രതികരിക്കും, ഞാൻ പ്രതിഷേധിക്കും. മുഖ്യമന്ത്രിയല്ല ആര് വന്നാലും ഞാൻ കരിങ്കൊടി കാണിക്കും എന്ന് പറഞ്ഞ് കരിങ്കൊടി കാണിച്ചപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ പോലീസുകാരൊക്കെ കൂടി തപ്പിപ്പറക്കി. അതായത് ഈ മഴയത്ത് ഊത്തിരി കയറുമ്പോൾ അവിടെ ഇവിടെ നിന്നുണ്ട് ഈ എന്താണ് പറയുന്നത് ഒറ്റാല് കുത്തി ബ്രാലിനെ പിടിച്ചിട്ട് പോകണമല്ല പോലീസുകാരൊക്കെ കൂടി ഈ പുള്ളിനെ പിടിച്ച് GP കയറ്റി ഇടക്കര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. നീ ഇനി കുറേ കാലം ഈ ഇവിടെ കിടന്ന് കരിങ്കൊടി കാണിക്കുക എന്ന് പറയുന്നത്. ഒരു കേസും ചാർജ് ചെയ്തിട്ടുണ്ട്. BNS 192 വകുപ്പ്, അതായത് മനഃപൂർവ്വമുള്ള കലാപം സൃഷ്ടിക്കൽ. മുഖ്യമന്ത്രിനെ കരിങ്കൊടി കാണിച്ചാൽ അവിടെ കലാപം ഉണ്ടാവണേ എങ്ങനെ? ഈ പോലീസുകാർക്ക് ജനാധിപത്യ ബോധമില്ല എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഈ പോലീസ് തൊപ്പി തലയിൽ വെച്ച് തലയിൽ വെളിവൊക്കെ പോയോ എന്നാണ് ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത്.
മുഖ്യമന്ത്രി ആവട്ടെ പ്രധാനമന്ത്രിനെ രാഷ്ട്രപതിനെയൊന്നും കാണിക്കാൻ പാടില്ല എന്നിട്ട് പറയണേ. അപ്പോൾ നിയമം എന്ത് തന്നെയായാലും നമുക്ക് ജനാധിപത്യപരമായാലും പ്രതികരിക്കാൻ ആർക്കും അവകാശമുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ യുവജന സംഘടന, അതായത് CPM-ൻ്റെ യുവജന സംഘടനയായിട്ടുള്ള ഈ DYFIക്കാർ മുഖ്യമന്ത്രി കരുണാകരനെ ദിവസവും കരിങ്കൊടി കാണിക്കലായിരുന്നു. അതായത് വിഷുവിന് കണി കാണുന്ന ഒരു ചടങ്ങ് പോലെയായിരുന്നു ഈ DYFIക്കാരുടെ കരിങ്കൊടി കണ്ടിട്ടാണ് കരുണാകരൻ പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഈ കരുണാകരന്മാരെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടിട്ടൊന്നുമില്ല. ഈ 192-ാമത്തെ വകുപ്പ് പ്രകാരം, അതായത് കലാപം സൃഷ്ടിക്കുന്ന വകുപ്പൊന്നും ചേർത്ത് കേസെടുത്തിട്ടില്ല. അതെന്ത് തന്നെയായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പം എന്തായാലും ഈ എടക്കരയിൽ കരിങ്കൊടി കാണിച്ച ആൾക്കെതിരെ ഈ ഒരു വകുപ്പ് ചാർത്തിയിട്ടുണ്ട്. ജനാധിപത്യപരമായിട്ട് പ്രതിഷേധിക്കാനും പ്രതികരിക്കാനുള്ള കാര്യങ്ങളൊക്കെ അത് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകും. എൻ്റെ മുമ്പിൽ ഈ വക വേഷം കൊണ്ടൊന്നും നടക്കില്ല. കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നവകേരള യാത്ര പോയി കഴിഞ്ഞപ്പോൾ അറിയാമല്ല, യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലയൊക്കെ ചെടിച്ചട്ടിക്ക് തല്ലിപ്പൊളിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയ കാര്യം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എന്നുള്ളൊരു നോട്ടമാണ് മുഖ്യമന്ത്രി അവിടെ നോക്കിയത്. ആ നോക്കിയത് പോലീസുകാരുടെ മുഖത്തേക്കാണ്. പോലീസുകാർക്ക് അപ്പം കാര്യം പിടിയിട്ട് ഒറ്റാലിൽ ബ്രാലിലും കുത്തിയെടുത്തിട്ട് പോലെയാണ് വയസ്സെല്ലാം കുത്തിയെടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. കേസും ചോദിച്ചിട്ടുണ്ട് 192 BNS. അപ്പോൾ ഇനിയിപ്പോൾ ഈ എടക്കരയിലുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഇവിടെ ഈ മലപ്പുറം മുസ്ലിം മെജോറിറ്റി ഉള്ളൊരു ഏരിയയാണല്ലോ. ഈ മുസ്ലിംസ് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവരെല്ലാവരും ഈ പർദ്ദ ധരിക്കും, മക്കന ധരിക്കും. മിക്കവാറും ഇതൊക്കെ കറുത്ത കളറിലായിരിക്കും സാധാരണ കണ്ടേക്കണം. അങ്ങനെയാണ് ഭൂരിപക്ഷം ഈ പർദ്ദയൊക്കെ കറുത്ത കളറിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും കറുത്ത പർദ്ദയൊക്കെ ഇട്ട് ഈ ഇലക്ഷനിങ് കുടുംബയോഗത്തിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞ യോഗത്തിനൊക്കെ പോകണമെങ്കിൽ ഓർത്തോ, നിങ്ങളുടെ പേരിൽ BNS 192 പ്രകാരം മനഃപൂർവ്വമുള്ള കലാപത്തിന് കേസെടുക്കും. അത് ഓർത്ത് വച്ചിട്ട് വേണം നിങ്ങൾ പർദ്ദയൊക്കെ ധരിച്ച് പുറത്തേക്ക് പോകാൻ എന്നുള്ളൊരു വിവരമാണ് ഇപ്പോൾ പറയാനുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ ഇതിന് എന്തെന്നാണ് പറയണത്? ഈ പുള്ളിക്കാരന് കറുത്ത കളറുണ്ട്, ഹാലളവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാക്കയ്ക്ക് പറക്കാൻ പാടില്ല, ആനയ്ക്ക് വഴി കിടന്ന് നടക്കാൻ പാടില്ല, ഇല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഈ കറുത്ത കളറ് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പുള്ളിക്ക് അപ്പം അലർജിയാണ്. ഈ കറുത്ത കളറ് പുള്ളിക്ക് കാണണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, ഈ എല്ലാവരും ഈ 19-ാം തീയതിയൊക്കെ പോയി വോട്ട് ചെയ്യണതിന് ഇനിയിപ്പോൾ 2 ദിവസമല്ലേ ഉള്ളൂ. ഇനി ഏതെങ്കിലും കുടുംബയോഗത്തിലേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്ന് നാളേക്കായിട്ട് നിലമ്പൂരുണ്ട്. ഈ പുള്ളിക്കാരൻ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കണ്ടാവും. നിങ്ങൾ ദയവായിട്ടൊരു കാര്യം ചെയ്യണം, ഈ പർദ്ദ ഉള്ളവർ കറുത്ത പർദ്ദ ഉണ്ടെങ്കിൽ കറുത്ത പർദ്ദ എന്നിട്ട് പുറത്തിറങ്ങാൻ പാടില്ല. കറുത്ത കുടയും ചൂടാൻ പാടില്ല. മഴ നനഞ്ഞാലും വേണ്ടില്ല, അലാക്കിൻ്റെ മഴ നനഞ്ഞോ വേണമെങ്കിൽ നിങ്ങൾ. പക്ഷേ ഈ കറുത്ത കുടയും പിടിച്ചിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയും വെയിലും ഒന്നും നനയാണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജയിലിനുള്ളിൽ പിടിച്ചിട്ട് പുള്ളിക്കാരൻ 192 വകുപ്പും ചുമത്തുക. അപ്പോൾ എന്തായാലും ഇതൊന്നും ഓർത്ത് വെച്ചോ. ഈ ഇലക്ഷൻ കഴിയണ വരെയെങ്കിലും കറുത്ത പർദ്ദ ഒന്നും ഇട്ടുകൊണ്ട് നടക്കാണ്ടിരിക്കാനൊന്നും ശ്രദ്ധിക്കണം. കാരണം ഈ പുള്ളിക്കാരൻ എപ്പോഴും അവിടെ ചാടി വീണെന്ന് പറയാൻ പറ്റില്ല. കാരണം PV അൻവറിനെ ചതിച്ചുകൊണ്ട് പോയ ആളാണ്. അപ്പോൾ ഏത് വിധേനയും PV അൻവറിന് പകരം ചതിക്കാൻ വേണ്ടി നിലമ്പൂർ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അവിടെ ചുറ്റിക്കറങ്ങി തമ്പടിച്ച് നടക്കുകയാണെന്ന് പറയുന്നത് നിലമ്പൂർ. അപ്പോൾ ആ പുള്ളിക്കാരൻ മുമ്പിൽ ചെന്ന് ഈ കറുത്ത കുപ്പായ കൂട്ടൻ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ കേസെടുക്കും. പോലീസുകാരൻ ഈ പുള്ളിയുടെ നോട്ടം കണ്ട പോലീസുകാരനെ പരിക്കാൻ പിടിച്ചുകൊണ്ട് പോകാനാണ്. അപ്പോൾ പോലീസുകാരാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആജ്ഞയ്ക്ക് കാത്തിക്കാണ് കറുപ്പ് കളർ കണ്ട് അപ്പം പൊക്കും. അപ്പോൾ എന്തായാലും ഈ എല്ലാവരും ഒരു കാര്യം ഓർത്തിരിക്കുന്നത്, സമാധാനപരമായിട്ട് ഇലക്ഷൻ അങ്ങോട്ട് കഴിഞ്ഞു പോട്ടെ. എന്തായാലും അതുവരെയെങ്കിലും നിങ്ങളിതൊന്ന് ഈ മൂപ്പലാൻ്റെ കണ്ണും പെട്ടത്ത് ഈ കറുത്ത് കിട്ടുന്നൊന്നും ചെല്ലാണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ. സലാം.